ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 31. നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പൻ പതിയെ കണ്ണുകൾ തുറന്നു ചുറ്റിനും നോക്കി. ജനലിനപ്പുറം ഇനിയും കട്ടപിടിച്ച് ഇരുട്ടാണെന്നുള്ളത് അവൻ വിൻഡോ ഗ്ലാസ്സിലൂടെ ശ്രദ്ധിച്ചു. തൻ്റെ കൈക്കുള്ളിൽ നെഞ്ചോരം മുഖം പൂഴ്ത്തി കിടക്കുന്ന പെണ്ണിനെ കണി കണ്ണുകൊണ്ടാണ് അവൻ അന്ന് ഉറക്കമുണർന്നത് തന്നെ. തൻ്റെ പ്രണയ സാഫല്യം. അവൻ അവളെ പ്രണയപൂർവ്വം നോക്കി. ഇങ്ങനെ കിടക്കുമ്പോൾ പെണ്ണിനൊരു വിറയലും ഇല്ല. ബോധമുള്ളപ്പോൾ അടുത്തെങ്ങാനും ചെല്ലണം. പിന്നെ ഗോകർണത്ത് പോയി മാത്രമേ ആശാട്ടി നിൽക്കുകയുള്ളൂ. അവൻ ആ പെണ്ണിൻ്റെ നെറുക പ്രണയത്തോടെ ഒന്ന് മുകർന്നു. എന്നാടി നീ എന്നെ കാണുമ്പോഴുള്ള ഈ പേടിയും വിറയലും ഒക്കെ ഒന്ന് മാറുന്നത്? കൊതിയാവാ പെണ്ണെ നിന്നോട് ചേർന്നിരിക്കാൻ, മതിയാവോളം മിണ്ടാൻ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. പിന്നെ എന്തോ പറയാൻ വന്നവൻ ഒന്ന് ചിരിച്ചു കണ്ട് നിർത്തിക്കളഞ്ഞു. ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ മണി 4:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മീരയ്ക്കപ്പുറം കിടക്കുന്നവന്മാർ രണ്ടും സ്വെറ്റർ ഇട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. കുറുമ്പന്മാർ. അവരുടെ കിടപ്പ് കണ്ട് ഒന്ന് ചിരിച്ചു. ഇന്നാണ് അനുമീരയും രശ്മിയുടെയും കല്യാണം. ചെയ്തു തീർക്കാൻ കുറേയേറെ പണികളുണ്ട്. മീരയെ അടർത്തി മാറ്റിയിട്ട് എഴുന്നേൽക്കാൻ അപ്പോഴവൻ ഒട്ടും തോന്നിയതേയില്ല. തന്നിലെ ചൂടിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ അവനൊന്നും കൂടി ചേർത്ത് പിടിച്ചു മുറുക്കെ. പെട്ടെന്നാണ് 5 മണി ആയെന്നറിയിക്കുവാൻ വേണ്ടി ക്ലോക്കിലെ കിളി വന്നൊന്ന് ചിലച്ചിട്ട് പോയത്. ഇത്ര പെട്ടെന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞുവോ? അവൻ്റെ ചുണ്ടിൽ പരിഭവം. മീരയുടെ കണ്ണുകൾ ശബ്ദം കേട്ടിട്ടാവണം പല പ്രാവശ്യം ചിമ്മി അണച്ചു. അവളെ എഴുന്നേക്കുവാനുള്ള പുറപ്പാടാണെന്നറിഞ്ഞതും അവളെ ഇറുക്കപ്പുണർന്നുകൊണ്ട് തന്നെ പപ്പൻ വേഗത്തിൽ കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു കിടന്നു. മീര അപ്പോഴേക്കും ഉറക്കം ഞെട്ടി എഴുന്നേറ്റിരുന്നു. അവൾ കണ്ണുകൾ തുറന്നു നോക്കി. ആരുടെയോ നെഞ്ചിലാണ് താനിപ്പോൾ കിടക്കുന്നതെന്ന് അധികം വൈകാതെ തന്നെ മീരയ്ക്ക് മനസ്സിലായി. അതാരുടെ നെഞ്ചോരമാണെന്നുള്ള കാര്യം പപ്പൻ്റെ ശരീരഗന്ധത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു. ഈശ്വര, പപ്പേട്ടൻ, ഇന്നലെ രാത്രി തൊട്ട് താൻ ഇങ്ങനെയാണോ കിടന്നത്? അവൾ പേടിയോടെ അവനിൽ നിന്നും അകന്നു മാറുവാൻ ശ്രമിച്ചു. പക്ഷേ പപ്പൻ്റെ ബലിഷ്ഠമായ കൈകളിൽ നിന്നും അവൾക്ക് സ്വന്തം ശരീരത്തെ മോചിപ്പിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. അവൾ കുതറി മാറി. എന്നിട്ടും സാധിക്കാതെ വന്നപ്പോൾ പപ്പൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പിന്നിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചു. ഒടുവിൽ അതും പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ കൈകൾ പിടിച്ചു മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷേ പപ്പൻ കൂടുതൽ ഇറുക്കപ്പുണരുകയാണ് ചെയ്തത്. ഈശ്വര, പപ്പേട്ടനെങ്ങാനും എഴുന്നേറ്റാലുള്ള എൻ്റെ അവസ്ഥ! അവൾ കിടന്ന് പിറുപിറുക്കുന്നത് കേട്ടുവെങ്കിലും കണ്ണുകൾ തുറക്കാതെ പപ്പൻ അങ്ങനെ തന്നെ കിടന്നു. അവളെ കുറുമ്പ് പിടിപ്പിക്കുവാൻ അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. പെണ്ണിനല്ലെങ്കിൽ ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെണ്ണ് എന്തൊക്കെയാണ് പറയുന്നത്? എന്നെ കള്ളനെന്ന് വരെ വിളിച്ചില്ലേ? അവന് വല്ലാത്ത സന്തോഷം തോന്നി അവളെ പുണർന്നു കിടന്നതിൽ. ഷോ, ഏട്ടനൊന്ന് മാറിയിരുന്നെങ്കിൽ. ഇനി താൻ എന്തു ചെയ്യും? ഇന്ന് രശ്മിയുടെ കല്യാണമാണ് താനും. മീര അവൻ്റെ നെഞ്ചോരം മുഖം പൂഴ്ത്തി വീണ്ടും അവളിലെ ആവലാതികൾ പിറുപിറുത്തു. അത് കേട്ടതും പിന്നീട് അവളെ അങ്ങനെ പിടിച്ചു വയ്ക്കുവാൻ പപ്പന് തോന്നിയില്ല. അവൻ അവളിൽ നിന്നുമുള്ള പിടിവിട്ട് തിരിഞ്ഞ് കമഴ്ന്നു കിടന്നു. കിട്ടിയ അവസരം മുതലാക്കി മീര ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തേക്കിറങ്ങി. ബാത്റൂമിലേക്ക് ഒറ്റ പാച്ചിലായിരുന്നു. പെണ്ണിൻ്റെ ഓട്ടം കള്ളക്കണ്ണിട്ട് കണ്ടവൻ മനസ്സിൽ പൊട്ടിച്ചിരിച്ചു. മോളെ, ഇങ്ങനൊരു കല്യാണം നടത്തുന്നതുകൊണ്ട് മോൾക്ക് സങ്കടം കാണുമല്ലേ? ഈ അമ്മയോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഒരുങ്ങുവാനായി ഇരുന്ന രശ്മിയോട് നാണിയമ്മ വിഷമത്തോടെ ചോദിച്ചു. കല്യാണം ഉറപ്പിച്ച അന്ന് തൊട്ട് തുടങ്ങിയ ചോദ്യമാണിത്. ഒരേ ഒരു മകളുടെ വിവാഹം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിളിച്ച് കെങ്കേമമായി നടത്തണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എൻ്റെ പൊന്നമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കടന്ന് വിഷമിക്കുന്നത്? നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് എന്നെ പിടിച്ച് കെട്ടിച്ചാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളോ? ആരുമില്ലേലും എൻ്റെ അമ്മ മാത്രം അവിടെ ഉണ്ടായാൽ മതി. ഇനി ഇക്കാര്യം ആലോചിച്ച് അമ്മ വെറുതെ മനസ്സിനുണ്ടാക്കണ്ട. അവൾ അവരെ ചേർത്ത് പിടിച്ചു. മോളെ. അവർക്ക് സഹിക്കാനായില്ല. അവർ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഈ അമ്മ നല്ലൊരു ദിവസമായിട്ട് എന്നെയും കൂടെ കരയിക്കും. പെണ്ണ് പരിഭവം പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ എങ്ങനെയൊക്കെയോ ഉള്ളിലുള്ള സങ്കടം അടക്കി പിടിച്ചു. സൂക്ഷിക്കണം, മുല്ലശ്ശേരിയിലെ വത്സല നീ വിചാരിക്കുന്ന ആളല്ല. അവർ വീണ്ടും ഓർമ്മിപ്പിച്ചു. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. പറ്റുമെങ്കിൽ വേറൊരു വീടെടുത്ത് ഞാനും അനിയേട്ടനും കൂടെ അങ്ങോട്ടേക്ക് താമസം മാറിക്കോളാം. അതോർത്ത് അമ്മയിനി മനസ്സ് വിഷമിപ്പിക്കേണ്ട. രശ്മി അവർക്ക് ധൈര്യം പകർന്നതും നാണിയമ്മ ഒരാശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടു.
അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ മുറിയിലേക്ക് കയറി വന്നിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ രശ്മിയെ ഒരുക്കിയെടുത്തു. ഏകദേശം 10 മണിയോടുകൂടി അവർ അമ്പലത്തിലേക്ക് പോകുവാനായി തയ്യാറായി നിന്നു. പപ്പനും ദത്തനുമായിരുന്നു ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. മീര മുറി അടച്ചിട്ട് ഒരുങ്ങുന്നവളെ കുറേ നേരമായിട്ടും പുറത്തേക്ക് കാണുന്നില്ല എന്ന് കണ്ടതും പപ്പൻ വാതിലിൽ തട്ടി വിളിച്ചു. എന്നിട്ടും ഡോറ് തുറക്കുന്നില്ല എന്ന് കണ്ടതും അവൻ അത് അകത്തേക്ക് തള്ളിയതും വാതിൽ തുറന്നു വന്നിരുന്നു. അമ്മ എവിടെ? കട്ടിലിന് മുകളിൽ സുന്ദരക്കുട്ടന്മാരായി ഒരുങ്ങിയിരിക്കുന്ന 2 മക്കളെയും കണ്ടുവെങ്കിലും മീരയെ അവിടെയെങ്ങും അവന് കാണാൻ സാധിച്ചില്ല. ദേ അവിടെ. കുട്ടികൾ ബാത്റൂമിൽ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തീരുന്നില്ല. അതിനു മുൻപേ തന്നെ മീര സാരിയുടെ പ്ലീറ്റ്സിൽ പിന്നും കുത്തിക്കൊണ്ട് അതിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി വരുന്നത് കണ്ടു. എന്ത് ഭംഗിയാ! അവൻ അവളെ കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. നീലയും ഗോൾഡും കലർന്ന വീതി കസവുള്ള ചുവന്ന പട്ടുസാരി ചുറ്റി വരുന്നവൾ അവനൊരു ദേവതയെപ്പോലെ തോന്നിപ്പിച്ചു. മുഖത്തൊരു പൊട്ടല്ലാതെ മറ്റൊരു ചമയങ്ങളും ഇല്ല പെണ്ണിന്. കഴുത്തിൽ താലിമാലയും കാതിൽ ജിമുക്കയും അല്ലാതെ വേറൊരു ആഭരണങ്ങൾ പോലും അവൾക്കുണ്ടായിരുന്നില്ല. അവൻ അവളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിപ്പോയി. ആ വെളുത്ത മുഖമാകെ നിറച്ചു ഉമ്മകൾ കൊണ്ട് മൂടണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. പപ്പേട്ടൻ. സാരിയിൽ പിന്നു കുത്തി മുറുക്കി മുഖമുയർത്തിയവൾ അപ്പോഴാണ് തന്നെ ചുറ്റും മറന്ന് നോക്കി നിൽക്കുന്ന പപ്പനെ ശ്രദ്ധിച്ചത്. ഒരു നിമിഷത്തേക്ക് അവളുടെ കാലുകൾ നിശ്ചലമായി. അവനിലെ ആ നോട്ടത്തിൽ മീര പൂത്തുലഞ്ഞു പോയിരുന്നു. ഇതുവരെയും കഴിഞ്ഞില്ലേ? അവൾ തൻ്റെ നോട്ടം കണ്ടുവെന്ന് മനസ്സിലായതും പപ്പനൊട്ടൊരു ചമ്മലോതെ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. കഴിഞ്ഞു. അവൾ പതിയെ മറുപടി നൽകി. തൻ്റെ നേരെ നടന്നു വരുന്നവനെ കണ്ടപ്പോഴേക്കും അവളുടെ ഉള്ളംകൈ വിയർക്കുവാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനാണോ ഒരു കല്യാണത്തിന് പോകുന്നത്? അതും സ്വന്തം അനിയത്തിയുടെ? കബോർഡിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്ന് ഒരു നെക്ലേസ് അവൻ പുറത്തേക്കെടുത്തു. നിറയെ പച്ചക്കല്ലുകൾ പതിപ്പിച്ച മനോഹരമായ ഒരു നെക്ലേസ്. ഇതൊക്കെ എനിക്ക് ശീലമില്ല. തൻ്റെ നേർക്ക് അതുമായി നടന്നു വരുന്ന പത്മനാഭനെ കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കൈവിരലുകൾ കൂട്ടി പിണച്ചും അഴിച്ചും ചെയ്തുകൊണ്ടിരുന്നു. എന്തേ, മീര പത്മനാഭന് ഇതൊന്നും ഇടുന്ന ഇഷ്ടമല്ലേ? പെണ്ണിൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി പപ്പൻ ചോദിച്ചു. ഉണ്ടെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. പകരം അവൻ്റെ കണ്ണുകളിലേക്ക് കണ്ണും നട്ടുകൊണ്ട് നോക്കി നിന്നു. എങ്കിലേ പത്മനാഭന് ഇതൊക്കെ പത്മനാഭൻ്റെ ഭാര്യ ഇടുന്ന ഇഷ്ടാട്ടോ. കാതോര ആ ശബ്ദം പതിയുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ വിരലുകൾ തൻ്റെ പിൻകഴുത്തിൽ ഇഴയുന്നത് അവളൊരു ഞെട്ടലോടെ അറിഞ്ഞു. കൂടെ കഴുത്തിൽ അവൻ്റെ ചൂട് നിശ്വാസവും. മീര പൊള്ളിപ്പിടഞ്ഞു നിന്നുപോയി. അതും അവൻ്റെ നെഞ്ചിൽ തല മുട്ടിച്ചുകൊണ്ട്. കഴിഞ്ഞു, നോക്കിയേ, ഇപ്പോൾ സുന്ദരിയായില്ലേ? പെണ്ണിനെ തിരിച്ചു നിർത്തി എതിർവശത്തെ ചുമരിലുള്ള ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടിയിലേക്ക് നോക്കാൻ ആംഗ്യം കാട്ടിക്കൊണ്ട് അവൻ അവളുടെ പിന്നിൽ തന്നെ നിലയുറപ്പിച്ചു. കണ്ണാടിയിൽ കാണുന്ന തൻ്റെ മാലയണിഞ്ഞ പ്രതിബിംബത്തെക്കാട്ടിലും തനിക്ക് പിന്നിലായി നിൽക്കുന്ന പപ്പൻ്റെ കണ്ണിലെ സന്തോഷമാണ് അവൾ നോക്കിക്കണ്ടത്. അമ്മ ചുന്ദരിയായേ! ആദ്യം വിളിച്ചു കൂവിയതും മീര അവനിൽ നിന്ന് 2 അടി പിന്നിലേക്ക് മാറി നിന്നു. നെറ്റിയിൽ സിന്ദൂരം തടഞ്ഞതും മീര പത്മനാഭന് ശീലമില്ലാഞ്ഞിട്ടാണോ? മുഖം കുനിച്ച് നിൽക്കുന്നവളെ കുറുമ്പ് പിടിപ്പിക്കുവാനായി പപ്പൻ വീണ്ടും കളിയായി ചോദിച്ചു. സോറി. സ്വന്തം തലയിലൊന്ന് അടിച്ചുകൊണ്ട് സങ്കടത്തോടെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് അരികിലേക്ക് ഓടുന്ന മീരയാണ് അവനപ്പോൾ കണ്ടത്. അവിടെ ഇരുന്ന കുങ്കുമച്ചപ്പ് തുറന്ന് അതിൽ നിന്ന് ഒരു നുള്ളു എടുക്കുവാൻ വേണ്ടി മീര തുനിഞ്ഞതും പപ്പൻ്റെ കൈകൾ അവളെ തടഞ്ഞിരുന്നു. മറ്റെന്തൊക്കെ മറന്നാലും ഈ സിന്ദൂരരേഖ എപ്പോഴും എനിക്കായി ചുവന്നു കിടക്കണം മീര. പതിയെങ്കിലും പപ്പൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഇത്തിരി ചുവപ്പ് വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചുകൊണ്ട് മീരയെ തിരിച്ചു നിർത്തി അവളുടെ നെറുകയിൽ തൊട്ട് കൊടുക്കുമ്പോൾ അവന് വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നിയിരുന്നു. വേഗം വാ, അല്ലെങ്കിൽ അവരൊക്കെ അവിടെ നമുക്കായി കാത്തു നിൽക്കും. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന പെണ്ണിൻ്റെ കവളിൽ 2 തട്ടി പപ്പൻ നടന്നകന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു പെണ്ണിൻ്റെ മനസ്സ്. ദേവിയുടെ സന്നിധിയിൽ വെച്ച് രശ്മിയുടെ കഴുത്തിൽ അനിയുടെ താലി വീണു. മീരയാണ് അവൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുത്തത്. അടുത്ത ബന്ധുക്കളായി വന്നവർ അവർക്ക് നേരെ പുഷ്പങ്ങൾ വർഷിച്ച അനുഗ്രഹം ചൊരിഞ്ഞു. അനിരുദ്ധിൻ്റെ താലിച്ചരട് 3 വട്ടം കഴുത്തിൽ മുറുകുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചവൾ. നെറുകയിൽ സിന്ദൂരം പടരുമ്പോൾ അവൾ അവനെ പ്രണയത്തോടെ കണ്ണുകൾ വിടർത്തി നോക്കി.
അനി അവളുടെ ആ നോട്ടത്തിൽ സ്വയം മറന്നുപോയിരുന്നു ആ നിമിഷം. അതൊരു കതിർമണ്ഡപമാണെന്നോ ദേവാലയമാണെന്നോ തനിക്ക് ചുറ്റും ആളും ആരോഗ്യങ്ങളും ഉണ്ടെന്നോ ഒന്നും അവൻ നോക്കിയില്ല. പെണ്ണിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ നെറുകയിൽ ചൊടികൾ ചേർത്തവൻ. എടാ ഭയങ്കര. ദത്തൻ്റെയും പപ്പൻ്റെയും ഉച്ചത്തിലുള്ള ചിരി അവിടെ മുഴങ്ങിയപ്പോൾ അനിയൊന്ന് ചൂളിപ്പോയെങ്കിലും അവനത് പുറത്തേക്ക് കാട്ടിയില്ല എന്ന് വേണം പറയുവാൻ. നോക്കിക്കോട്ടേടാ എൻ്റെ കൊച്ചിനെ. അച്ഛനില്ലാത്ത രശ്മിയെ ദത്തനാണ് അനിക്ക് കൈപിടിച്ചു കൊടുത്തത്. ഇരുവരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഒരച്ഛൻ്റെ ആദ്യം അവനിൽ ആവോളം ഉണ്ടായിരുന്നു. ഞാനുണ്ടാവും ദത്ത അവൾക്ക്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അനിയവന് ഉറപ്പു നൽകി. രശ്മിയുടെ കൈയും പിടിച്ച് മണ്ഡപത്തിന് പുറത്തേക്ക് നടന്നപ്പോൾ അച്ചു ആദ്യം ചെന്ന് അനിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞിരുന്നു. കൊണ്ടുപോവാണോ? അച്ചു രശ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനിയോട് ചോദിച്ചു, തികച്ചും ഗൗരവത്തോടെ. കുറച്ചു നാളത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ. അനി അവരുടെ മുൻപിലിരുന്നു കൊണ്ട് കുറുമ്പോടെ കെഞ്ചി. ആ കൊണ്ടുപോയിക്കോ, ഇച്ചിരി നാൾ കഴിഞ്ഞ് കൊണ്ടുവന്ന് തന്നേക്കണം. ആദിമോൻ ആജ്ഞ പുറപ്പെടുവിപ്പിച്ചതും തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അനി അവരുടെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു. അവരുടെ സംസാരം കേട്ട് ചുറ്റുമുള്ളവരെല്ലാം പരിസരം മറന്ന് ചിരിച്ചു പോയിരുന്നു എന്നതാണ് സത്യം. അമ്പലത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യയും കഴിഞ്ഞ് അവർ പോകുവാനായി ഇറങ്ങി. ഇവിടുന്ന് ഇത്തിരി ദൂരെ കൂടുതലില്ലേ? ഇപ്പോൾ ഇറങ്ങിയാലേ രാഹുകാലത്തിന് മുമ്പ് വീട്ടിൽ കയറാൻ പറ്റൂ. പൊയ്ക്കോട്ടെ. സുകുമാരൻ ചെന്ന് എല്ലാവരോടുമായി യാത്ര പറഞ്ഞു. അവളെ നോക്കിക്കോണേ സുകുമാര, എന്തുണ്ടേലും എന്നെ വിളിച്ചു പറയണേ. അരികിൽ നിന്ന രശ്മിയുടെ നെറുകയിലൊന്ന് തഴുകിയിട്ട് ദേവരാജൻ അയാളോട് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. അയാൾ ഉറപ്പ് നൽകി. നാണിയോടും സുലോചനയോടും രാജയോടും ദത്തനോടും ഒക്കെ യാത്ര പറഞ്ഞതിന് ശേഷമാണ് രശ്മി പപ്പൻ്റെയും മീരയുടെയും അടുത്തേക്ക് എത്തിയത്. പോട്ടെ പപ്പേട്ടാ, അവൾ അവൻ്റെ കൈ കവർന്നുകൊണ്ട് ചോദിച്ചു. പോയി വരാമെന്ന് പറയടി മോളെ. അവളെ ചേർത്ത് നിർത്തി അവൻ തിരുത്തി. ചേച്ചി പോയി വരാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ മീരയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പോയിട്ട് വാ മോളെ. ഒന്ന് വിതുമ്പിക്കൊണ്ട് അവളും പെണ്ണിനെ തിരികെ പുണർന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചേച്ചി. അടർന്നു മാറുമ്പോൾ രശ്മി ചെവിക്കരികിൽ വന്ന് പതിയെ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മീനയ്ക്ക് മനസ്സിലായി വന്നപ്പോഴേക്കും അവരുടെ കാർ മുന്നോട്ടേക്ക് എടുത്തിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? വീട്ടിൽ വന്ന് കയറിയപ്പോൾ തൊട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മീരയോട് ദത്തൻ ചോദിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമംഗലത്ത് നിന്ന് സാരിയും മാറി ചിറ്റയുടെ വീട്ടിലേക്ക് ചെന്നതായിരുന്നു അവൾ. അത് പിന്നെ ഏട്ടാ, രശ്മിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. അവൾ ആദ്യ കയറി 2 കൈവിരലുകളിലെയും വിരലുകൾ കൂട്ടി പിണച്ചു അഴിച്ചു വരുന്നു. ഇതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നേ? അവളെ നിന്നെപ്പോലെയല്ല. മുല്ലശ്ശേരി വത്സലയുടെ ഒരു പരിപാടിയിലും നമ്മുടെ രശ്മിയുടെ അടുത്ത് നടക്കത്തില്ല. അവൻ അവളുടെ തോളിൽ കൈയിട്ട് തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. അതല്ല ഏട്ടാ, അവൾ രണ്ടും കൽപ്പിച്ചാണ് അനിയുടെ കൂടെ പോയത്. അവളവിടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പേടി. മീരയുടെ മുഖത്ത് വീണ്ടും ആദ്യം നിറച്ചു. എൻ്റെ പൊന്നുകുഞ്ഞേ, അവൾ എന്ത് ചെയ്യുന്നതാണ് നീ പറയുന്നത്? അവളൊരു കുഴപ്പവും അവിടെ ഉണ്ടാക്കില്ല. ആരേലും അവളുടെ അടുത്ത് കുഴപ്പത്തിന് ചെല്ലാതിരുന്നാൽ മതി. അതല്ല ഏട്ടാ, അവൾ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടാ പോയത്. പെണ്ണ് പിന്നെയും വെപ്രാളപ്പെട്ടു. എന്തു പറഞ്ഞിട്ട്? ദത്തൻ സംശയത്തോടെ ആരാഞ്ഞു. അത് എന്നോട് പറഞ്ഞു കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായെന്ന്. അവളുള്ള കാര്യം സഹോദരനോട് തുറന്നു പറഞ്ഞു. എന്ത്? അതെ ഏട്ടാ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായെന്ന് പറഞ്ഞിട്ടാണ് അവൾ വണ്ടിയിൽ കയറിപ്പോയത്. മീരയുടെ ചൊടികൾ വിറകൊണ്ടു. ഇതിനു വേണ്ടിയാണോ നീ ഇങ്ങനെ നത്തു കുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നത്? അവൾ നിൻ്റെയും പപ്പൻ്റെയും കാര്യം പറഞ്ഞ് തമാശിച്ചതല്ലേ? രശ്മി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായെങ്കിലും അത് മീരയോട് തുറന്നു പറയുവാൻ ദത്തനൊന്ന് ഭയപ്പെട്ടു. അല്ല ഏട്ടാ, അവൾ അങ്ങനെ വിചാരിച്ചൊന്നുമല്ല പറഞ്ഞേ. പെണ്ണ അതിൽ തന്നെ ഉറച്ചു നിന്നു. ശരി, നീ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വയ്ക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ മീരെ, ആ വത്സലയുടെ കളികൾ നമ്മുടെ മുമ്പിൽ നടക്കുമെന്ന്? അവൾ നിന്നെപ്പോലെയല്ല, പെണ്ണ് പുലിയാണ്. നീ വെറുതെ അവളെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതെ പോയി നിൻ്റെ കെട്ടിയവൻ്റെയും മക്കളുടെയും കാര്യം നോക്ക്. ദത്തൻ അവളുടെ മനസ്സ് മാറ്റുവാനായി ശ്രമിച്ചു. ആ, ഒന്ന് മൂളിക്കൊണ്ട് പെണ്ണെഴുന്നേറ്റു. നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ആ മുല്ലശ്ശേരി വത്സലയെ നമ്മളുടെ രശ്മിയുടെ കയ്യിൽ നിന്നും കാക്കണേ എന്ന് ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ നോക്ക്. അവൾ പോകുവാനായി തുടങ്ങിയപ്പോൾ ദത്തൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും മീരയൊന്ന് ചിരിച്ചു. ശേഷം
നാണിയുടെ അടുത്തിരുന്ന് കളിക്കുന്ന അച്ചുവിൻ്റെയും ആദിയുടെയും അരികിലേക്ക് കാലുകൾ നീക്കി. വലതുകാല് വെച്ച് കയറി വാ മോളെ. സുകുമാരൻ്റെ അനിയൻ്റെ ഭാര്യ സുമതി കൊടുത്ത നിലവിളക്കും പിടിച്ചുകൊണ്ടാണ് രശ്മി മുല്ലശ്ശേരി കുടുംബത്തിൻ്റെ പടികൾ കയറിയത്. അതും ഉറച്ച കാൽവയ്പ്പുകളോടെ. കല്യാണത്തിങ്കൽ തൊട്ടേ സുമതിയും ഭർത്താവും മധുവും അവളോട് വളരെ സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ രശ്മിക്ക് ഉണ്ടായതേയില്ല. ദേ, അതാണ് കുഞ്ഞ പൂജാമുറി. വിളക്ക് അങ്ങോട്ടേക്ക് വെച്ചിട്ട് പോയി തൊഴുതു വന്നോളൂ രണ്ടുപേരും കൂടി. അവർ മുറി ചൂണ്ടിക്കാട്ടി പറഞ്ഞതും അനിയോടൊപ്പം രശ്മി അങ്ങോട്ടേക്ക് കയറി. വിളക്കി വെക്കാനുള്ള തളികയിൽ അവൾ അത് കൊണ്ടു ചെന്ന് വെച്ചു. ശേഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മുല്ലശ്ശേരിയിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ വലിയ ആക്രമണമൊന്നും സംഭവിച്ചില്ല എന്ന് വേണം പറയുവാൻ. പതിവ് ചടങ്ങുകളായ ചെക്കനും പെണ്ണിനും പോലും പാലും പഴവും കൊടുത്ത് സ്വീകരിക്കുന്നതിൽ പോലും സുമതിയാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. അതിനെപ്പറ്റിയുള്ള കുശുകുശുക്കൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരും അതിനൊരു മറുപടി കൊടുത്തില്ല. വന്ന കുടുംബക്കാരൊക്കെ ചെക്കനെയും പെണ്ണിനെയും കണ്ട് യാത്ര പറഞ്ഞ് ഉടനെ തന്നെ പോയത് അവളെ ഒട്ടും അമ്പരപ്പിച്ചുമില്ല. കാരണം ഈ വീട്ടിലെ ഗൃഹനാഥയോടുള്ള അനിഷ്ടമായിരിക്കും അതിന് പിറകിലുള്ള കാരണമെന്ന് ആരും പറയാതെ തന്നെ രശ്മി ഊഹിച്ചിരുന്നു. ഒടുവിൽ അവിടെ തങ്ങാൻ സുമതിയും മധുവും മാത്രം അവശേഷിച്ചു. അവരുടെ ആൺമക്കൾ പോലും കല്യാണം കഴിഞ്ഞ് അവിടെ നിന്നേ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയിരുന്നുവെന്ന് അവൾ പിന്നീട് അറിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ഒരു കോള് വന്ന് അവൻ പുറത്തേക്ക് പോയിരുന്നു. മോള് പോയി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അവർ വാത്സല്യത്തോടെ അനിയുടെ മുറി കാട്ടിയതും അവളൊരു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നു. റൂമിൽ കയറി വാതിച്ചാരി അവൻ്റെ മുറി ആകമാനം പെണ്ണൊന്ന് വീക്ഷിച്ചു. വലിയ മുറിയാണ്, അതും തൻ്റെ വീടിൻ്റെ അത്രയും വലുത്. വലിയ കട്ടിൽ, ബെഡ്റൂമിൻ്റെ അരികിൽ ഒരു മൂലയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിയും കാര്യങ്ങളും, അതിനടുത്തായി പിടിപ്പിച്ചിരിക്കുന്ന ബുക്ക് ഷെൽഫുകൾ, മൊത്തത്തിലൊരു റോയൽ ക്ലാസിക് ലുക്ക്. അതും 5 സ്റ്റാർ ഹോട്ടലുകളിലേതൊക്കെ പോലെ. ചന്ദ്രമംഗലത്ത് മാത്രമേ താൻ ഇത്രയും വലിയ കിടപ്പുമുറി കണ്ടിട്ടുള്ളൂ എന്ന് അവൾ അപ്പോൾ ഓർത്തു. പക്ഷേ അവിടെ എല്ലായിടത്തും ഒരു പഴമയുടെ ടച്ചാണ്. നാലുകെട്ടും കുളപ്പുരയും ഒക്കെയുള്ളൊരു പഴമയിൽ തീർത്ത പുതിയ വീട്. ഓരോന്നോർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം അവൾ കേട്ടത്. ഒന്ന് ശങ്കിച്ച് നിന്നിട്ടാണ് അവൾ വാതിൽ തുറക്കുവാനായി പോയത് തന്നെ. തുറന്നപ്പോൾ കണ്ടു ഒരു ചെറു ചിരിയും ഒളിപ്പിച്ചുകൊണ്ട് മുറിയുടെ മുൻപിൽ നിൽക്കുന്ന തൻ്റെ പതിദേവനെ. ഒരു കോള് വന്നു. സംസാരിക്കാൻ പോയതാ പെണ്ണെ. അകത്തേക്ക് കടന്ന് വാതിലടച്ച് കുറ്റിയിട്ട് അവളെ പുണർന്നുകൊണ്ടാണ് അനി അത് പറഞ്ഞത്. ഒന്ന് മാറെൻ്റെ മനുഷ്യ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. അവളൊന്ന് കുതറി. എനിക്കും കുളിക്കണം. കുളി നമുക്ക് ഒരുമിച്ചാക്കിയാലോ പെണ്ണേ? ചെക്കൻ അവളെ ഒന്നും കൂടി തന്നിലേക്ക് അമർത്തിക്കൊണ്ട് ചോദിച്ചു. ദേ അനിയേട്ടാ, കൊഞ്ചല്ലേ, ആദ്യം മോൻ ഇതൊക്കെ ഒന്ന് മാറ്റാൻ സഹായിക്കോ? ഒരു നവവധുവിൻ്റെ യാതൊരു വിറയലോ വെപ്രാളമോ അവളിൽ തെല്ലും ഉണ്ടായിരുന്നില്ല. അയ്യോ, അതിനല്ലേടി മുത്തേ നിന്റെ അനിയേട്ടൻ ഇവിടെ ഉള്ളത്. രശ്മിയെ കസേരയിലേക്ക് പിടിച്ചിരുത്തി അവൾ കാണിച്ചു കൊടുത്ത പിന്നുകളും കാര്യങ്ങളും ഓരോന്നായി തലയിൽ നിന്ന് ഊരിക്കൊടുത്തവൻ. ഇനി ഇതോടെ അഴിക്കാൻ ഞാൻ സഹായിക്കണോ? അവളുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചെക്കനൊന്ന് മീശ കടിച്ചതും പെണ്ണവനെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. അയ്യോ, തൽക്കാലത്തേക്ക് വേണ്ടേ? അവൾ തൊഴുകൈകളോടെ അവന് മുൻപിൽ നിന്നു. പോയി കുളിച്ചിട്ട് വാ. മുറിയിലെ മൂലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിയിലേക്കായി ഇരുന്നു കൊണ്ട് അനി അവളോട് പറഞ്ഞു. എനിക്ക് ഉടുത്തു മാറാൻ വല്ലതും ഉണ്ടോ അനിയേട്ടാ? സാരിയുടെ പിന്നുകളും കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളും ഡ്രസ്സിംഗ് ടേബിളിന് മുൻപിലായി ഊരി വെച്ചിട്ട് അവൾ സംശയത്തോടെ അനിയെ നോക്കി. എൻ്റെ കബോർഡിൽ നോക്കടി, ഒരു ഏകദേശ ഊഹം വെച്ച് വാങ്ങിയതാ. സെറ്റിയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് കണ്ണുകൾ പായിച്ചവൻ്റെ നോട്ടം പോയ വഴിയെ അവളും കണ്ണുകൾ നീക്കി. ചുവരിൽ പിടിപ്പിച്ചിരിക്കുന്ന വെളുത്ത നിറത്തിലുള്ള കബോർഡുകൾ. അങ്ങനെയൊരു സാധനം മുറിയിലെ വെളുത്ത ഭിത്തിയിലുണ്ടെന്ന് തോന്നുകയേ ഇല്ലാത്തതുപോലെ ആയിരുന്നു അതിൻ്റെ നിർമ്മിതി. അങ്ങോട്ടേക്ക് ചെന്ന് പതിയെ അതിൻ്റെ സ്ലൈഡിംഗ് ഡോർ നിരക്കി ഒരു വശത്തേക്ക് നീക്കി വെച്ചു. അനിരുദ്ധിൻ്റെ കുറേയേറെ തൂക്കിയിട്ടിരിക്കുന്ന പലതരത്തിലുള്ള ഷർട്ടുകളും പാൻറ്റുകൾക്കും ഇടയിൽ തനിക്കായി വാങ്ങി വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകളുടെ കൂമ്പാരം അവൾ കണ്ടു. അതിനോടൊപ്പം തന്നെ ഇന്നേഴ്സും. അതിൽ നിന്നൊരെണ്ണം വലിച്ചെടുത്ത് കുളിമുറിയിലേക്കായി കയറി. 10 മിനിറ്റോളം എടുത്തു അവളുടെ കുളിയൊന്ന് കഴിയാനായി. കഴിഞ്ഞോ? ഏതോ ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നവൻ മുറിയിലേക്ക് വന്ന രശ്മിയുടെ നേർക്ക് കണ്ണുകൾ പായിച്ചു. അല്ലെങ്കിലും ഈ അനിരുദ്ധിൻ്റെ സെലക്ഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. രശ്മി ഇട്ടിരിക്കുന്ന മിടിയുടെയും ടോപ്പിൻ്റെയും പാകത കണ്ട് അവൻ സ്വയം അഭിനന്ദിച്ചു.
അതിൽ ഞാനും പെടുന്നത് കൊണ്ട് മാത്രം നോ കമൻസ്. രശ്മി ഒരു ചിരിയോടെ വായ സിബിട്ട് പൂട്ടുന്നത് പോലെ പൂട്ടി. എടി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാവേ. അതുവരെ നീ ഇവിടെ ഇരുന്നാൽ മതി, പുറത്തേക്ക് പോവണ്ട. ഒരു കരുതലോടെ അവൻ പറഞ്ഞതും രശ്മി സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി. അവൻ ഫ്രഷായി വന്നതിന് ശേഷമാണ് ഇരുവരും കൂടെ മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങിയത്. ചായ കുടിക്കുവാനായി ഡൈനിങ് റൂമിലേക്ക് ചെന്നതും അവിടെ ടേബിളിലിരിക്കുന്ന സ്ത്രീ വത്സലയാണെന്ന് രശ്മിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അവർ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് എന്തൊക്കെയോ പെറുക്കി തിന്നുകയാണ്. എന്നിട്ടും അവരെ തെല്ലും ശ്രദ്ധിക്കാതെ അവിടെ കിടന്നൊരു കസേരയിലേക്കായി അനിയോടൊപ്പം അവൾ ചെന്നിരുന്നു. മേശപ്പുറം വിവിധതരം പലഹാരങ്ങളാൽ നിറഞ്ഞിരുന്നു. സുകുമാരൻ ചേട്ടനും മധുവേട്ടനും കൂടെ എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോയിരിക്കുക. അവരെ കണ്ടപ്പോൾ സുമതി പുഞ്ചിരിയോടെ കുശലം പറഞ്ഞു. മറുപടിയായി രശ്മി അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടി. നിങ്ങൾ കുടിക്ക്. ഫ്ലാസ്കിലുള്ള ചൂട് ചായ 2 കപ്പുകളിലേക്കായി ഒഴിച്ച് അവർക്ക് നേരെ അവർ നീക്കി വെച്ചു. ചിറ്റയും കൂടി ഇരിക്കരുതോ? രശ്മി ചോദിച്ചതും വത്സലയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ടേബിളിൻ്റെ ഏറ്റവും അറ്റത്തായി കിടന്ന കസേരകളിലേക്കായി അവരിരുന്നു പേടിയോടെ. വത്സലയുടെ മുൻപിലിരിക്കുവാൻ അവർക്ക് ഭയമാണെന്നുള്ളത് രശ്മിക്ക് അവരുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. എതിർവശത്തായിരിക്കുന്ന വത്സലയുടെ മുഖം തനിക്ക് നേരെ ഇരുളുന്നതും അമർഷത്തോടെ പല്ലിഞ്ഞിരിക്കുന്നതും അവർ ശ്രദ്ധിച്ചു. അവരുടെ ചേഷ്ടകളെ ഒന്ന് നോക്കിയതിന് ശേഷം അത് തെല്ലും ഗൗനിക്കാതെ അവൾ കപ്പിലിരുന്ന ആവി പറക്കുന്ന ചൂട് ചായ പതിയെ ഓതി കുടിക്കുവാൻ തുടങ്ങി. കണ്ട എച്ചിലുകോരികളുടെ മക്കൾക്കൊക്കെ മുല്ലശ്ശേരി ബംഗ്ലാവിൻ്റെ മേശമേൽ എന്താ കാര്യം? പോയി അടുക്കളയുടെ മൂലക്കെങ്ങാനും പോയി കുത്തിയിരുന്ന് മോന്തടി. അവരുടെ അലർച്ചയ്ക്കൊപ്പം രശ്മിയുടെ കയ്യിലിരുന്ന ചായക്കപ്പ് വെളുത്ത ടൈൽസ് ഇട്ട തറയിൽ വീണ് പൊട്ടിച്ചെതറി. അതിൽ ചായക്കട പടർത്തി. ആ അമ്മേ! ചായ വീണ് പൊള്ളിയ വിരലുകൾ പെണ്ണൊന്ന് കുടഞ്ഞു. അവൾ നീറ്റലുകൊണ്ട് കണ്ണിറുക്കി. രശ്മി, പുള്ളിയോടി. ആദിയോടെ അനി അവളുടെ കയ്യിൽ കടന്നു പിടിച്ച് പൊള്ളലിലേക്ക് ഊതിക്കൊടുത്തു. അവന് വല്ലാതെ നെഞ്ചു വിങ്ങി. വന്നു കയറിയ അന്ന് തന്നെ അവളുടെ ദേഹം നൊന്തതോർത്ത്. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ തള്ളേ? മേശമേലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ചുമരിലേക്കായി എറിഞ്ഞുകൊണ്ട് അനി അലറി. അതിന് പുച്ഛത്തോടെയുള്ളൊരു മുഖം കോട്ടലായിരുന്നു വത്സലയുടെ മറുപടി. അവരെ അടിച്ചു കൊല്ലണമെന്നാ തോന്നിപ്പോയി ആ നിമിഷം. നിങ്ങളെ ഞാനിന്ന്. വത്സലയുടെ നേർക്ക് കൈയോങ്ങിയ അനിയെ രശ്മി ഒരു ചിരിയോടെ തടഞ്ഞു. മോളെ, കയ്യിലേത്തേക്ക് മുക്കി വയ്ക്ക് വേഗം. അപ്പോഴേക്കും സുമതി ഒരു സ്റ്റീൽ ചരുവത്തിൽ പകുതിയോളം വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുൻപിലായി വെച്ചു കൊടുത്തു. അനി അവളുടെ വിരലുകൾ അതിലേക്ക് വളരെ പതിയെ മുക്കി വെച്ചു. സാരമില്ല, ചെറിയ പൊള്ളലാന്നേ. തനിക്കെതിരായി കാലിന്മേൽ കാല് കയറ്റി വെച്ച് ആട്ടിക്കൊണ്ടിരുന്ന വത്സലയെ നോക്കി ഒന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ടാണ് അവൾ അത് അനിയോട് പറഞ്ഞത്. മോളെ, ഈ മരുന്ന് പെരട്ട്. സുമതി അപ്പോഴേക്കും എവിടെ നിന്നോ പൊള്ളലിൻ്റെ ഒരു മരുന്ന് കൊണ്ടുവന്ന് അവളുടെ വിരലിലായി തേച്ചു കൊടുത്തു. സാരില്ല ചിറ്റേ, ഇരുന്ന് ചായ കുടിക്ക്. അവൾ വേറൊരു കപ്പെടുത്ത് അതിലേക്ക് ചൂട് ചായ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. രശ്മി, ഞാൻ എടുത്തു തരാം, നീ ഇരിക്ക്. അനി അവളെ തടഞ്ഞിട്ടും അവൾ നിർത്തിയില്ല. പുഞ്ചിരിയോടെ അവൾ ആ കപ്പ് മുഴുവനും ചൂടുള്ള ചായ നിറച്ചു. ശേഷം പതിയെ വത്സലയുടെ അരികിലേക്കായി നടന്നു ചെന്നു. അനിയും സുമതിയും വത്സലയും പോലും അവൾ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി നിന്നു. ഒരേ ഒരു നിമിഷം രശ്മിയുടെ കയ്യിലിരുന്ന ചായ വത്സലയുടെ കയ്യിലേക്ക് കമഴ്ന്നു. അമ്മേ! അവർ പൊള്ളിപ്പിളഞ്ഞു കരഞ്ഞു, അതും ഉച്ചത്തിൽ. അനിയും സുമതി അത് കണ്ട് കുറച്ചു നേരത്തേക്ക് കണ്ണം മിഴിച്ച് നിന്നുപോയി. ആര് തുടങ്ങുക എന്നോർത്ത് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. എന്തായാലും നിങ്ങളായിട്ട് തന്നെ ഗണപതിക്ക് വെച്ച സ്ഥിതിക്ക് ഇനി വെച്ചടി കേറ്റായിരിക്കും. കേട്ടോ എൻ്റെ അമ്മായിയമ്മേ? വളരെ ശാന്തമായി കുശലം ചോദിക്കുന്നത് പോലെ അവരെ ചെറിയ രീതിയിലൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് മുറിയിലേക്ക് പോകുന്നവളെ കണ്ട് അനി തലയിൽ കയ്യും താങ്ങി കസേരയിലേക്ക് ഇരുന്നു പോയി. അറിയാതെയെങ്കിലും അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി അപ്പോൾ വിടർന്നു വന്നു. കൊടുത്ത കൊല്ലത്തും കിട്ടും ചേച്ചി. സുമതി പതിയെ അവരുടെ കൈ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് പതിയെ നിഷ്കളങ്കമായി പറഞ്ഞു.